നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പഴയ നിഷ്കളങ്കമായ പ്രണയമുണ്ടല്ലോ. എല്ലാവർക്കും പ്രണയമുണ്ടാവും. അതിൽ നമുക്ക് നിഷ്കളങ്കമായ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളുള്ള പ്രണയങ്ങളുണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തി, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ അവരുടെ തോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ദ ഹെർമിറ്റ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊരു വഴിക്കണ്ണുമായിട്ട് നിങ്ങളെ ഒരു സന്യാസിയെ പോലെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ വളരെ ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത്. പിന്നെ വന്നത് ദ മൂൺ കാർഡാണ്. മൂൺ കാർഡെന്ന് വെച്ചാൽ അവർക്ക് ചതി, വഞ്ചന, അങ്ങനെ എന്തൊക്കെ അവർക്ക് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്നേഹത്തിൻ്റെ പാനപാത്രം, എല്ലാ കപ്പുകളും നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്നേഹം തുളുമ്പുന്ന മനസ്സുമായിട്ട് അവർ നിങ്ങളെ കാത്തിരിക്കുകയാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പരിപൂർണത, ഒരു പൂർണ്ണമായ ഒരു ആത്മസമർപ്പണത്തിലേക്ക് ഉള്ള യാത്രയാണ് അവർ. ഓക്കെ. അത് കഴിഞ്ഞ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ്. അതായത് ഇതിനൊരിക്കലും ഒരു എവിടെ അവസാനം ഉണ്ടാവില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ, അതാണ് അവരുടെ മനസ്സിലുള്ളത്. അത്രയ്ക്കും നിഷ്കളങ്കമായ, നിഷ്കാമമായ സ്നേഹവും പ്രണയവുമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നിഷ്കളങ്കമായി പ്രണയിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ നല്ല എനർജി കൊടുത്ത് തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ നല്ല പോസിറ്റീവായിരിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ജോലിയായിട്ട് മുന്നോട്ട് പോവുക, സെൽഫ് ലവ് ചെയ്യുക, മുന്നോട്ട് പോവുക, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക കേട്ടോ. യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.